ഞാൻ ചെറുപ്പത്തിൽ കേട്ട കുറെ ഹറാമുകളുണ്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഹറാമാണ്. എല്ലാവരും കേട്ട് കാണും ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന്. പിന്നീട് ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നുള്ള സമ്പ്രദായം വന്നു. പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആളെ ഫോട്ടോ വെക്കണമെന്ന് വന്നു. അപ്പൊ ഈ ഹറാം ഓട്ടോമാറ്റിക്കലായിട്ട് ഹലാലായി. അപ്പൊ ഈ ഹറാമിനെ പറ്റി ആദ്യം പറഞ്ഞപ്പം അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നും അല്ല എന്നല്ല മനസ്സിലാകുന്നത്. പിന്നെ നബി അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അന്ന് ഫോട്ടോഗ്രാഫി ഇല്ല. ഇത് നബിയായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ചിത്രം വരയ്ക്കണത് ഹറാമാണെന്ന് പറയുന്നത്. അതെ, ഇത് നബിയായിട്ട് ബന്ധപ്പെട്ട് ഇത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ നേതാക്കൾ പോലെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ മതങ്ങളും സംസ്കാരം നിഷ്ഠയായിരുന്നുണ്ട്. പിന്നെ സിനിമ കാണാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, തലമുടി നീട്ടാൻ പാടില്ല, ഡബിൾ മുണ്ട് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഞാനൊരു ഡബിൾ മുണ്ട് മേടിച്ചത് വിയൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ഏതോ പത്രത്തിലോ വീക്കിലെന്തോ എഴുതിയിട്ട് പൈസ കിട്ടിയിട്ടാണ്. ഡബിൾ മുണ്ട് വാങ്ങാൻ പൈസ എന്ന് പറയുമ്പോൾ വാപ്പറിയാ നമ്മുടെ ലിബാസ് എന്ന വസ്ത്രം. അതായത് ഇങ്ങനെ ഈ മതം എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എനിക്ക് തലമുടി നീട്ടണം, എനിക്ക് പാട്ട് കേൾക്കണം, എനിക്ക് സിനിമ കാണണം, എനിക്ക് നാടകം അഭിനയിക്കണം, ചിത്രം വരയ്ക്കണം. ഞാൻ ചിത്രം വരച്ചിരുന്നു. ചിത്രം വരയ്ക്കുന്ന ഹറാമാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളൊരു കാക്കയെ വരച്ചു, ഉടനെ പരലോകത്തിൽ ചെല്ലുമ്പോൾ ദൈവം അത് കാക്കയ്ക്ക് ജീവനിടാൻ പറയുന്ന ദൈവം എത്ര വിഡ്ഢിയാണോ എന്ന് ഞാൻ അന്ന് വിചാരിക്കുന്നത്. നമ്മൾ കാക്കയെ വരച്ചാലും കാക്കയെ ജീവിപ്പിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു. ഞാനൊരു കാക്കയുടെ ചിത്രം വരച്ചാൽ എന്നെ നരകത്തിലിടും. ഈ വിശ്വാസം, ദൈവവിശ്വാസം, വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ ഇരകൾ മാത്രമാണ്. ദൈവത്തിന്റെ ഇരകളല്ല. ദൈവം നിരപരാധിയാണ്. മതം ഉണ്ടാക്കിയ ആൾക്കാർ പോലും ഇത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഇതിനെ പല ആൾക്കാരും ഉപയോഗിച്ച് അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല, ഡാൻസ് ചെയ്യാൻ പറ്റില്ല, മുടി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കണ്ടീഷൻ ചെയ്ത് ഒതുക്കി ഒരു നരകമാക്കി മാറ്റി. അങ്ങനെയാണ് മതമൊക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നീട് പിൽക്കാലത്ത് ആളുകൾക്ക് പുതിയ അറിവുകളുണ്ടായി, ചിന്തയുണ്ടായി. ആ മതത്തിൽ വെള്ളം ചേർത്തിട്ടാണ് ഇന്ന് ഭൂരിപക്ഷം വരുന്ന എല്ലാ മതജീവികളും ജീവിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർക്കൊന്നും തീവ്രമായിട്ടുള്ള വിശ്വാസമൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. അവർക്കാണ് എന്ത് പറഞ്ഞാലും കുരു പൊട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും വന്നിട്ട് തെറി എഴുതി വയ്ക്കുകയാണ്. ഈ മതം ഇത്രത്തോളം വിശ്വസിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എന്തിനാണ് തെറി പറയുന്നത്? എന്തിനാണ് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് അസഭ്യം വിളിച്ചു പറയുന്നത്? ഇപ്പം ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇത്രയും മതത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ നാവ് എന്തിനാണ് ദുഷിപ്പിക്കുന്നത്? ആലോചിച്ച് നോക്ക്. എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഒരാളും ദൈവത്തിൽ വിശ്വസിക്കരുത്, പ്രാർത്ഥിക്കരുത്, ഒന്നും വേണ്ട എന്നല്ല. എന്ന് വെച്ചാൽ ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു ആശ്വാസം കിട്ടുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു എന്ന് പറയുന്നതൊന്നും അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല. ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങരുത് ഈ വിശ്വാസങ്ങൾ. എനിക്ക് വിശ്വാസമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ കൂട്ടുകാരും എനിക്ക് അറിയാവുന്ന എല്ലാവരും വിശ്വാസികളാണ്. ഞാൻ ഈ കാണുന്ന ആളുകളോട് മുഴുവൻ പോയിട്ട് ദൈവമില്ല, ആരും പള്ളിയിൽ പോകരുത്, അമ്പലത്തിൽ പോകരുതെന്ന് പറയുന്ന ആളല്ല. ഞാനൊരു നിരീശ്വരവാദിയല്ല, ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ്. ഇതാണ് വ്യത്യാസം. ദൈവമുണ്ട് എന്നതിന് സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയാൽ ദൈവത്തെ വിശ്വസിക്കാൻ ഒരു മടിയില്ല. ഇതാണ് പറയുന്നത്, എന്തും അധികമായാൽ വിഷം തന്നെയാണെന്ന്. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ ചിന്തകളിലും ഈ വിശ്വാസങ്ങളുടെ പ്രാക്ടീസിലൊക്കെ നല്ലപോലെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടായി. മതം വളരെ നേർപ്പിക്കപ്പെട്ട് വളരെ പേഴ്സണലായിട്ട് മാത്രമായിട്ട് മാറും. എന്ന് വെച്ചാൽ ഒരാൾ മതത്തെ വിമർശിക്കുമ്പോൾ, ദൈവത്തെ വിമർശിക്കുമ്പോൾ, അതിലൊരു കാര്യത്തെ വിമർശിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ഇപ്പോൾ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നാളെ ഭാവിയിൽ കുരു പൊട്ടേണ്ട കാര്യം ആ വിശ്വാസിക്ക് വരില്ല. അത്രത്തോളം നേർപ്പിക്കപ്പെട്ടു പോകും. ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമായിട്ട് മാറും മതം. ഇപ്പോൾ കുറേ പേര് അങ്ങനെ മാത്രം ഉപയോഗിക്കുന്നു, വളരെ പേഴ്സണലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ എല്ലാ മതത്തിലുള്ള ആളുകളെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ മാത്രമാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇവിടെ അവരുടെ രാഷ്ട്രീയം വിജയിക്കുകയുള്ളൂ. സ്വാർത്ഥ താല്പര്യങ്ങളാണ്, അതിനുവേണ്ടി മാത്രമാണ് ഇവിടെയുള്ള ആളുകളെ തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി. പോയ തലമുറയുടെ കാര്യം നമ്മൾ ഇനി നോക്കേണ്ട കാര്യമില്ല. ഇനി വരും തലമുറയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.